ഞാൻ ഈ വേദന ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ ഒത്തിരി ആത്മാക്കളെ ഈശോ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നുണ്ടെന്ന്. മോളെ, ഞാൻ സഹിക്കുവല്ല, സ്നേഹിക്കുവാണെന്ന്. ജോജി, എനിക്കതങ്ങ് മറക്കാൻ പറ്റുന്നില്ലടാ. നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? അങ്ങനൊരു ജീവിതം എനിക്കും വേണമെന്ന് തോന്നുന്നു. ഒത്തിരി പേരെ സ്വർഗത്തിൽ കയറ്റാൻ പറ്റുന്ന, ഹൃദയം തുറന്ന് ചിരിക്കാൻ പറ്റുന്ന, വേദനകളെ പോലും ആത്മാക്കളെ രക്ഷിക്കാനുള്ള വഴിയാക്കി മാറ്റുന്ന ഒരു ജീവിതം. ജോജി, മരിച്ചു കിടന്നപ്പോൾ പോലും ആ സിസ്റ്റർ ഹൃദയം തുറന്ന് ചിരിക്കുമായിരുന്നു. ആദ്യമായിട്ടാ അങ്ങനൊരു മരണം ഞാൻ കാണുന്നത്. എനിക്കും നീ പറയുന്നത് കേട്ടപ്പോൾ അതൊരു അത്ഭുതം പോലെയാ തോന്നുന്നത്. ജോജി, നിന്റെ ഒപ്പം ജീവിതം പങ്കിടാൻ എനിക്കിഷ്ടാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായ ഒരു ഉൾവിളി ആ സിസ്റ്ററിനെ പോലെ ജീവിക്കാൻ എനിക്ക് തോന്നുക ജോജി. ഇതൊരു തോന്നൽ മാത്രമാണോന്നറിയാൻ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു നോക്കി. എന്നാൽ അതല്ല. കാരണം അത് ഓരോ ദിവസവും എൻ്റെ ഉള്ളിലിരുന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. ജിൻസി, അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ നിന്റെ പപ്പ... ജോജി, എൻ്റെ പപ്പയേക്കാൾ എനിക്ക് നിന്നെ വിശ്വാസമാണ്. നീ എൻ്റെ കൂടെ ഉണ്ടാവണം. ഇത്രയും പറഞ്ഞിട്ടും ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ സൗഹൃദത്തിന് എന്ത് വിലയാടോ ഉള്ളത്? താൻ ധൈര്യമായി പൊക്കോ. തൻ്റെ ആഗ്രഹം നടക്കും. അതിന് ഞാൻ കൂടെ ഉണ്ടാവും എന്നും. ദേ, ഇതെൻ്റെ വാക്കാ. പിന്നെ ഇനി എനിക്ക് ജിൻസിയല്ല, സിസ്റ്റർ ജിൻസിയാണ്. കൺഗ്രാജുലേഷൻസ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇതെൻ്റെ കൂടെ നിൽക്കുന്നതിനല്ല, ഫോർ അണ്ടർസ്റ്റാൻഡിങ് മീ.